ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദിൽ 2FH വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ പറവക്കൂട്ടിലെ കുറച്ച് അപ്ഡേഷനും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടി പോണേ. അപ്പോൾ നമ്മളതിൽ കുറച്ചധികം കുഞ്ഞന്മാരും കാര്യങ്ങളൊക്കെ വിരിഞ്ഞിട്ടുണ്ട്, കുറച്ചധികം കുഞ്ഞന്മാരും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് ഞാൻ പോകുന്നതിന് മുന്നേ നമ്മളെ കുറച്ച് പ്രാവളം അവിടെ പറത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. എന്നിട്ട് ജസ്റ്റ് നമ്മളെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നോക്കട്ടോ. അവിടെ ഇപ്പോൾ ഒരു 4 വിട്ടിട്ടുണ്ട്. ഇപ്പോൾ പ്രാവിനെ ജസ്റ്റ് ഞാൻ ഒന്നും നിങ്ങൾക്ക് കാണിച്ചിടാം. പ്രാവള് 4 വിട്ട് 4 നല്ല ഹൈറ്റിൽ കയറിയിട്ടുണ്ട്. തെറിച്ച് പറക്കുകയാണ്, കണ്ടോ. ആ വിട്ട പ്രാവളെ ഏതൊക്കെയാന്നൊക്കെ നമ്മളെ മുന്നേ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. നല്ല ഹൈറ്റിൽ തന്നെ പറക്കുന്നുണ്ട് കേട്ടോ പ്രാവള്. കുഞ്ഞന്മാരെ നോക്കുകയാണെങ്കിൽ നമ്മളെ റോസ് കണ്ണ് സബ്ജയ്ക്ക് 2 കുഞ്ഞന്മാരുണ്ടായിട്ടുണ്ട്. ആ റോസ് കണ്ണ് സബ്ജും പിന്നെ ആ റോസ് കണ്ണ് വെള്ളക്കും 2 കുഞ്ഞന്മാരുണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മളെ ലോഫ്റ്റിൽ നമ്മളെ 2 ഓമർ സെറ്റ് ഉണ്ടല്ലോ, നമ്മളെ 2 വെള്ള ഓമർ. അപ്പോൾ അതിലും കുഞ്ഞന്മാരും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് നമ്മൾ പുറത്തുനിന്ന് എഗ്ഗ് കൊണ്ടുവന്നിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ടോ, നല്ല പറക്കണ റിസൾട്ടുള്ള പ്രാവിൻ്റെ എഗ്ഗാണ്. പിന്നെ നമ്മളെ മുന്നേ കണ്ട വാൽക്കര കുഞ്ഞന്മാരെ തള്ളില്ലേ, അവർക്ക് 2 കുഞ്ഞന്മാർ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് നമ്മളെ കൂട്ടാൻ്റെ കൈമന്ന് കൊണ്ടുവന്ന സുറുമയിൽ ഇറങ്ങിയ കുഞ്ഞന്മാരാണ്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം. പിന്നെ നമ്മളെ മൈനക്കും കുഞ്ഞന്മാരായിട്ടുണ്ട്. അതും വന്നിട്ട് നമ്മളവിടെ കൈര എന്നറിയാം. ആ പ്രാവിന് ഒരു കൈരപ്പുള്ളി, അതിൻ്റെ കുഞ്ഞന്മാരാട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് ഞാൻ അധികം ശ്രദ്ധ കൊടുക്കാത്ത നമ്മൾ 4 വിട്ടിട്ടുണ്ട്. പൈറ്റകളങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കണേ, എല്ലാടനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനെക്കൊണ്ടാണ്. അപ്പോൾ അധികം പറഞ്ഞ് ദീർഘിപ്പിക്കില്ല, നമുക്ക് നേരെ കുഞ്ഞന്മാരെ അടുത്തേക്ക് പോകാം. ഇത് കുഞ്ഞന്മാരെ കാണാൻ ചെറിയ പ്രയാസമാണ് കേട്ടോ. കണ്ടോ, നമ്മളെ ഫീമെയിലിൻ്റെ അടിയിൽ തന്നെ കുഞ്ഞന്മാരുണ്ട്. പൈറ്റകൾ ഇപ്പോൾ പാൽ കുടിക്കുന്ന പ്രായമായതുകൊണ്ട് അതിൻ്റെ മദറിൻ്റെ അടിയിൽ തന്നെ ഉണ്ട് കേട്ടോ. 2 കുഞ്ഞന്മാരുണ്ട്, കണ്ടോ. നല്ല അടിപൊളി കുഞ്ഞന്മാരാട്ടോ. അത് വന്നിട്ട് ഒരു കൈരൻ്റെ കുഞ്ഞന്മാരാണ്, ഒരു മൂക്കൻ എന്ന് പറയും നമ്മളവിടെ, അതിൻ്റെ ഒരു കുഞ്ഞനാണ് 2. ഇതമ്മ വന്നിട്ട് നാടൻ പ്രാവാണ് കേട്ടോ. നമ്മളെ വാൽക്കൻ്റെ ഫീമെയിലാണ്. അപ്പം അതിൽ 2 കുഞ്ഞന്മാർ ഇറങ്ങിയിട്ടുണ്ട്, കണ്ടോ. നമ്മൾ വീട് എടുക്കുമ്പോൾ തള്ളപ്രാവുകൾ വന്നാണ്. അപ്പോൾ 2 കുഞ്ഞന്മാർ ഫോക്കസ് ആവാത്ത ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, കണ്ടോ. നല്ല ചെറിയ കുഞ്ഞന്മാർ. ഞാൻ ഡോറ് തുറന്ന് കാണിച്ചു, എന്താണ്ടോ. മൈനും പുള്ളിയും ചെമ്പ നമ്മൾ ജോഡി പൊട്ടിച്ച് മൈനക്ക് ഇട്ടെടുത്തിട്ടോ, മൈനിനെ പുള്ളിക്ക് ഇട്ടെടുത്തു. ഇതിൽ 2 അടിപൊളി കിട്ടെല്ലാം കുഞ്ഞന്മാർ ഇറങ്ങിയിട്ടുണ്ട്, കണ്ടോ. വീഡിയോക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചാൽ കേട്ടോ. കൂട്ടി നോക്കാൻ ഇത് പുതിയ കൊണ്ടുവന്ന ബേഡാട്ടോ, ഒരു ഇരുമ്പം പുള്ളിയും പിന്നെ ഒരു വെള്ളയും. മുന്നത്തെ വീഡിയോയിൽ കണ്ടോർക്ക് മനസ്സിലാവും, ഇതിൽ നമ്മൾ കുഞ്ഞന്മാരെ പിടിക്കാൻ വേണ്ടി കൊണ്ടുവന്ന പ്രാവാട്ടോ. കൂട്ടുള്ളവർ പറക്കുകയാണ്, അപ്പോൾ ഈ കൂട് കാലിയാണ്. പിന്നെ വരാമെങ്കിൽ ഇത് നമ്മൾ പുതിയ സെറ്റാട്ടോ. ഇതിൽ ആ പുള്ളി നമ്മൾ പടുത്തു കൊണ്ടുവന്ന ആ വെള്ളം നമ്മളെ സെറ്റാട്ടൻ്റെ പ്രാവാട്ടോ. നല്ല റിസൾട്ടുള്ളൊരു ഫീമെയിൽ. അപ്പോൾ പുള്ളിനൊന്ന് ജോഡിയെടുത്ത് കുഞ്ഞെടുത്തൊക്കെ വിചാരിച്ചു. ഇപ്പോൾ സീസൺ കുഞ്ഞന്മാരെ പിടിക്കുന്ന ടൈമാണ്. അപ്പോൾ ഞാൻ ചുറ്റിക്കാൻ വേണ്ടി കുറച്ച് കുഞ്ഞന്മാരെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിനെയും ഇവിടെ ജോഡി കിട്ടാണ്. നമ്മളെ പുറത്തപ്പനക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടോ. അതിൽ എഗ്ഗ് ഇതായിട്ട് ചെയ്തിട്ടില്ല, അവർ ഇപ്പോൾ അടുത്ത് എഗ്ഗ് ചെയ്യുന്ന വിചാരിക്കുന്നത്. നല്ല റിസൾട്ടുള്ള മെയിലാട്ടോ. ഫീമെയിലിലേക്ക് അറിയില്ല, പറത്തിച്ചിട്ടൊന്നുമില്ല. പ്രായം നമ്മളെ വീഡിയോയിൽ കണ്ടവർക്ക് അറിയാം, നമ്മളെ പാലക്കാടത്തെ വെള്ളമാണ് കേട്ടോ. അപ്പോൾ അതിലൊരു കുഞ്ഞനെ ഇറങ്ങിയിട്ടുണ്ട്, കണ്ടോ. മെയിൽ ബേഡിൻ്റെ അടിയിലാണ് കുഞ്ഞുള്ളത്. നമ്മളെ റോസ് കണ്ണ് സബ്ജ, പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ള വെള്ളക്കണ്ണ്, അത് റോസ് കണ്ണ് തന്നെയാണ്. ഒരു ചെറുതായിട്ട് വെള്ളത്തേജുണ്ട്, ഒരു വെള്ളക്കണ്ണ് വാൽക്കര കേട്ടോ. നമ്മളെ മുന്നത്തെ വീഡിയോയിൽ കണ്ട കുഞ്ഞന്മാരാട്ടോ ഇത് 2. നല്ല അടിച്ചുപൊളി വലുതായിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളെ കൈരൻ്റെ കുഞ്ഞന്. പിന്നെ ഇത് നമ്മളെ കാട്ടുപുറക് നമ്മൾ പറത്തിക്കുന്ന പ്രാവാണ്. പിന്നെ നമ്മളെ പുറത്തപ്പന്. ഇത് പുതിയ സെറ്റ് കൊണ്ടുവന്ന കേട്ടോ. സെറ്റല്ല, ഒരു സിംഗിൾ ഫീമെയിലിനെ കൊണ്ടുവന്നതാണ് പറത്തിച്ച് നോക്കാൻ. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ നമ്മളെ പ്രാവിൻ്റെയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് കണ്ടില്ലേ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സുർമ കുഞ്ഞന്മാരെ തന്തനും തള്ളേനും കാണിച്ചു തരാം. അപ്പോൾ നേരെ ഐറ്റവും കൂടി കാണിച്ചിട്ട് നമ്മൾ വീഡിയോ ലാസ്റ്റ് നിർത്താൻ വേണ്ടി പോവാണ്. അപ്പോൾ ലാസ്റ്റിലേക്ക് നമ്മൾ കുഞ്ഞന്മാരെയും കാണിച്ചു തരും ജസ്റ്റ് ഒന്ന്. ഇതാണ് നമ്മളെ സുർമൻ്റെ മെയില് ഫീമെയിൽ കേട്ടോ. സുർമാണ് ഫീമെയിൽ, ഉണ്ടോ. മഞ്ഞക്കണ്ണിൽ ഒരു മെയിലും. നമ്മളെ ചെമ്പൻക്ക് നമ്മൾ പുതിയ സെറ്റ് ചെയ്തെടുത്തിട്ടോ. അതിൽ ഫീമെയിൽ നല്ല പറക്കണ ഫീമെയിലാണ്. പക്ഷെ അതിന് എയർലാടം വെട്ടിയതുകൊണ്ട് ചെറിയൊരു പേടി പറത്തിക്കാൻ. അപ്പോൾ നമ്മൾ ചെമ്പൻക്ക് അങ്ങ് സെറ്റ് ചെയ്ത് കൊടുത്തു.
നമ്മളെ നാടൻ പ്രാവളാണ് ഇവരാട്ടോ നമ്മളവിടെ വിരിയണ കുഞ്ഞന്മാരൊക്കെ നോക്കല്. നല്ല അടിച്ചുപൊളി സെറ്റാണ് ഓല്. നമ്മളവിടെ വിരിഞ്ഞ കുഞ്ഞന്മാരാണ് കേട്ടോ. ഇത് നേരത്തെ കാണിച്ചെന്ന സുർമ പുള്ളിയില്ലേ, അതിൻ്റെ കുഞ്ഞനാണ് ഈ സുർമ. ആ കാണുന്ന സബ്ജ മയത്ത പ്രാവ് നമ്മളെ റോസ് കണ്ണിൻ്റെ കുഞ്ഞനാണ്. പിന്നെ അതിൻ്റെ തലക്കലിരിക്കുന്ന ആ കുഞ്ഞന് റോസ് കണ്ണിൻ്റെ കുഞ്ഞനാണ് കേട്ടോ. പിന്നെ ആ വെള്ള വന്നിട്ട് നമ്മൾ പുറത്തുനിന്ന് ഇമ്പോർട്ടൻ്റ് ചെയ്തൊരു ഫീമെയിലിൽ ഇറങ്ങിയ കുഞ്ഞനാണ് കേട്ടോ. അതിന് തന്തിയും തള്ളിയൊക്കെ പുറത്താണ്. ബേപ്പൂരിലുള്ളൊരു ടീമിൻ്റെ പ്രാവാണ് കേട്ടോ. നല്ല റിസൾട്ടുള്ള കുഞ്ഞന്മാർ. അയറ്റാളൊക്കെ കടല കൊടുത്ത് ദമ്മാക്കി ഇനി ഇവിടെ ചുറ്റിച്ചെടുക്കണമെങ്കിൽ. ഇപ്പോൾ കൂട്ടുകാരെ, നമ്മളെ പ്രാവിൻ്റെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, അതേമാതിരി ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ ലൈക്കും ഷെയറും സബ്ബൊക്കെ ലേശം കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടി ഒന്ന് സഹകരിച്ചാൽ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരോടും ബൈ.